എൻ്റെ യേശു എൻ സ്വന്തം. എൻ്റെ യേശു എൻ സംഗീതം, എൻ ബലമാകുന്നു. എൻ്റെ യേശു എൻ സംഗീതം, എൻ്റെ ബലം യേശുവാകുന്നു. തൻ ജീവൻ്റെ കിരീടം എനിക്കു തരുന്നു. തൻ ജീവൻ, യേശു വന്നത് നമുക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാണ്. റിയലായ യേശു, പ്രതിമയിലിരിക്കുന്ന പ്രതിമയല്ല, ജീവനുള്ള യേശു, ആത്മാവാകുന്ന യേശുവിനെ സ്വീകരിച്ചാൽ ആ ശക്തി, യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ സന്തോഷം നമ്മൾ പ്രാപിക്കാം. ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച് പഠിക്കണം. നമ്മളെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഓർഗൻ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പ്ലേ ചെയ്ത് നമ്മുടെ വിരലുകൾ അത് മൂവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തലച്ചോറിന് ഏറ്റവും ആരോഗ്യത്തിനും തലച്ചോറിനും വളരെ ഗുണകരമാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്കിതിപ്പോൾ ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കണം. 100 കഴിഞ്ഞാലും പഠിക്കാം, 110 ആയാലും പഠിക്കാം. 120 വയസ്സ് വരെയാണ് ശരാശരി ആയുസ് ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിലും പഠിക്കാം. കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് മരിച്ചുപോയൊരു അപ്പച്ചൻ, ഞാൻ 3-4 വർഷം മുമ്പ് അദ്ദേഹം ഒരു വഴിയരികിൽ ഒരു പെട്ടിക്കടയിലിരുന്ന് ചെരുപ്പും ബാഗും തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ വയസ്സ് എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത് 91 വയസ്സുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ തൊഴിൽ പഠിച്ചത് 65 വയസ്സിലാണ്, അതിനു മുമ്പ് വേറെ പണിയായിരുന്നു. അപ്പോൾ 91 വയസ്സിൽ ഞാനിത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇരുന്ന് തയ്ച്ചു കൊടുക്കുന്നു, ഉന്മേഷത്തോടു കൂടി ഇരുന്ന് ബാഗും ചെരുപ്പും തയ്ച്ചു കൊടുക്കുന്നു. അതിനുശേഷം 95 വയസ്സിൽ ആണ് അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് മരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നതാണ്, അവിടെ ഇരുന്ന് തയ്ക്കുന്നത് കണ്ടതാണ്. അപ്പോൾ നമുക്ക് ആക്റ്റീവായിരിക്കണം, ഉന്മേഷവാന്മാരായിരിക്കണം.